ഈ VS-ൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിഷമകരമായ സന്ദർഭം ഏതായിരുന്നു? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നിലയിലെന്ന് പറഞ്ഞാൽ അസംബ്ലിയിലും പുറത്തും മറ്റുമൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടത്തിലും നല്ല വിഷമകരമായ സ്ഥിതി തന്നെയാണ്. അല്ല, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് VS-നെ 2009 കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നു. ആ സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ട്. VS ഇറങ്ങി വരുന്ന AK സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജീവിതത്തിലെ ഏറ്റവും ഈ രാഷ്ട്രീയ പ്രവർത്തന ഘട്ടത്തിൽ ഏറ്റവും വിഷമം തോന്നിയൊരു സന്ദർഭമായിരുന്നു അത്. കാരണം അതിലെ ലാവലിൻ കേസിലെ അത് CNDG-യുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1987 മന്ത്രിസഭയുടെ പിന്നെ 3 നദികൾ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം അന്നത്തെ ഇലക്ട്രിസിറ്റി മന്ത്രി മുന്നോട്ട് വെച്ചതും അതിനെപ്പറ്റി ബാലാനന്ദനടക്കമുള്ള ആളുകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് പാടില്ല, നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഓരോ കാര്യത്തിലും നയപരമായ പ്രശ്നത്തിൽ വരുന്ന ഭിന്നാഭിപ്രായം പാർട്ടിയിൽ ചർച്ച ചെയ്യും, ട്രേഡ് യൂണിയൻ രംഗത്ത് ചർച്ച ചെയ്യും, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ആപത്ത് പിന്നീട് മനസ്സിലാകുന്നത്. ഈ ആപത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ VS-ന് മാത്രം അതിന് വില കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? PB-യിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക്. അതെ, എന്താണെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് കെട്ടിച്ചമച്ച കേസാണ് വിജയനെതിരായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണ്ടുപിടുത്തത്തെ പറ്റി അങ്ങനെ CNDG സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്നത്. കോൺഗ്രസിനും മറ്റും യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരിത് പാർട്ടിയുടെ പിടലിലേക്ക് ഇടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത്. എപ്പോഴൊക്കെ CNDG കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ എപ്പോഴൊക്കെ ഈ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമുള്ള നയങ്ങളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാകാനിടയില്ല. കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ വയ്ക്കുന്ന റിപ്പോർട്ട് അഴിമതിയെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടവും മറ്റു പുറത്തുള്ള ആളുകൾക്ക് ലാഭവും വരിക എന്നുള്ള നിലയിൽ അവർ റിപ്പോർട്ടിനെ പറ്റി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അക്കാലത്തെ സെൻട്രൽ ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയിൽ CNDG-യുടെ റിപ്പോർട്ട് പൂർണ്ണമായി ശരിയാണെന്നാണ് ഞാനത് വിശ്വസിച്ചത്. കാരണം അതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ആ റിപ്പോർട്ടിനെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് അംഗീകരിക്കുന്നതിന് പകരം അതിനെ പാർട്ടി പ്രവർത്തകരെന്നുള്ള നിലയിൽ മന്ത്രിമാരായിരുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് നമ്മളെടുക്കുന്നത് ശരിയല്ല. പല ഘട്ടങ്ങളിൽ പാർട്ടിക്കകത്ത് VS-ന് പലതരത്തിലുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ താക്കീത്, ചിലപ്പോൾ ശാസന, ഇപ്പോൾ PB-യിൽ നിന്ന് താഴത്തേക്ക്. അതൊരു ആത്മസംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടോ VS-ന് എപ്പോഴെങ്കിലും? സ്വാഭാവികമായിട്ടും അവരുടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നതിനെ അംഗീകരിക്കാതെ വരുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഡീപ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പൊതു തീരുമാനത്തെ ഞാൻ അനുകൂലിച്ചില്ല എന്നുള്ളതല്ലേ, അതാണ് അതിന് കാരണം. അല്ല, ഇപ്പോൾ VS-നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ തലമുറയാണ് ഇപ്പം പാർട്ടി നേതൃത്വം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പ്രകാശ് കാരാട്ടൊക്കെ ആണെങ്കിൽ ഈ പുതിയ തലമുറ VS-നോടൊക്കെ ഒരു നീതി കാണിച്ചില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെല്ലാം തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ഈ ഡീപ്രമോഷൻ സ്വീകരിച്ചത്. VS എപ്പോഴും എല്ലാ സമരങ്ങളുടെയും മുൻനിരയിൽ വളരെ ഊർജ്ജസ്വലനായി നിൽക്കുന്നൊരു നേതാവാണ് VS. ഇപ്പം മതികെട്ടാ മലയിലേക്കൊക്കെ പോവുക, ഇടുക്കിയിൽ പോയി കഞ്ചാവ് കൃഷിക്കെതിരായിട്ട് സമരം നടത്തുക, മൂന്നാറിലേക്ക് യാത്ര ചെയ്യുക, എല്ലാ തരത്തിലുള്ള സമരങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ ഉപരോധ സമരത്തിന് വരെ മുൻനിരയിൽ നിന്നിരുന്നു. എന്താണ് VS ഈ ഊർജ്ജസ്വലതയുടെയും ഒരു ആരോഗ്യത്തിൻ്റെയൊക്കെ ഒരു രഹസ്യം? നല്ല ആരോഗ്യമുണ്ട് എനിക്ക്. നിങ്ങൾ പുറമേ കാണുന്ന പോലല്ല, ആരോഗ്യ ദൃഢഗാത്രനാണ് ഞാൻ. അതുകൊണ്ട് ഏത് സ്ഥലങ്ങളിലും പോകാനും സംസാരിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനും എല്ലാം കഴിയുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ നിലപാട് മൂലം അഭിപ്രായത്തിനും സ്ഥിരതയുണ്ട്. ഇത് തന്നെ കാര്യം. കൃത്യമായ ഓർമ്മശക്തി ഒക്കെ VS-ന് ഈ 90-ാം വയസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് ഒരു ജീവിതചര്യ? എങ്ങനെയാണ് VS ജീവിതചര്യ? ഞാൻ ഭക്ഷണം കഴിക്കും, വ്യായാമം ചെയ്യും, നടക്കും. ഇതൊക്കെ ഒരു വ്യായാമമാണ്. അതെല്ലാം ഈ അവസരത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സാമാന്യനെ മുന്നോട്ട് പോകാൻ, മനുഷ്യൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. വളരെ നന്ദി VS, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചു.